നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 8 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യകാൽ ഭാഗം. വിവാഹ കാര്യങ്ങളുമായി മുന്നോട്ടു പോകുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന ശുഭദിനമാണിത്. പുതിയ ആഭരണങ്ങളോ ആകർഷകമായ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാൻ സാധിക്കും. സൽസുഹൃത്തുക്കളിൽ നിന്നും പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നും വലിയ ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടാനും ബന്ധുക്കളിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ നിന്നും ഗുണപരമായ അനുഭവങ്ങൾ ഉണ്ടാകാനും സാഹചര്യമൊരുങ്ങും. സാമ്പത്തികമായ പുരോഗതിയും ദാമ്പത്യ ജീവിതത്തിൽ മികച്ച ഒത്തൊരുമയും നിലനിൽക്കും. വിശിഷ്ടമായ ഭക്ഷണ സുഖം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. അപ്രതീക്ഷിതമായ പല സംഭവവികാസങ്ങളും ഇന്ന് ഉണ്ടായേക്കാം. വിഷഭയം, ഉദരരോഗങ്ങൾ എന്നിവ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. നിയമപരമായ കാര്യങ്ങളിൽ ചില തിരിച്ചടികൾക്ക് സാധ്യതയുണ്ട്. ശത്രുക്കളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. സംസാരത്തിലും ആശയവിനിമയത്തിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം വലിയ അബദ്ധങ്ങൾ സംഭവിക്കാം. തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇത് താൽക്കാലികമായി മാനസികമായ ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും വലിയ അഭിവൃദ്ധിയും ഉണ്ടാകുന്ന അനുകൂല ദിവസമാണിത്. പ്രിയപ്പെട്ട ബന്ധുക്കളിൽ നിന്നും നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ വാങ്ങാൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും പൂർണ്ണമായി നിലനിൽക്കുന്ന ദിനമായിരിക്കും. ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരാനും സാഹചര്യമുണ്ട്. ദാമ്പത്യ ഐക്യം, വാഹനഭാഗ്യം, സമൂഹത്തിൽ കീർത്തി, ധനലാഭം എന്നിവ ഇന്ന് ഫലമാണ്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായ ക്ഷീണവും ആരോഗ്യക്കുറവും അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ വിശ്രമം ആവശ്യമാണ്. മനസ്സമാധാനം കുറയാനും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ നേരിടാനും സാധ്യതയുണ്ട്. അപ്രതീക്ഷിത അപമാനങ്ങൾക്കോ ഉദര സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ട്. ധനക്ലേശവും അപമാനവും നേരിടേണ്ടി വന്നേക്കാം. ശിരോരോഗങ്ങൾ അഥവാ തലസംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാനിടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നൽകുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ ദീർഘനാളായി നിലനിന്നിരുന്ന അസ്വസ്ഥതകൾ മാറി സ്വസ്ഥതയും സമാധാനവും തിരികെ ലഭിക്കും. ശത്രുദോഷങ്ങൾ മാറി ആരോഗ്യം വർദ്ധിക്കും. തൊഴിൽ രംഗത്ത് മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കും. പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായ സമയം ചെലവഴിക്കാൻ ഇന്ന് അവസരം ലഭിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക ഇടപാടുകളിലും പണമിടപാടുകളിലും അതീവ ജാഗ്രത പാലിക്കുക. ചതിക്കപ്പെടാനോ വഞ്ചിക്കപ്പെടാനോ സാധ്യത കാണുന്നു. ദഹന സംബന്ധമായ അസുഖങ്ങൾ വരാതെ നോക്കണം. കൃത്യമായ പ്ലാനിങ്ങോടുകൂടി മാത്രം ധനം ചെലവാക്കാൻ ശ്രദ്ധിക്കുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യതകൾ അനുയോജ്യമായ നല്ല ജോലി ലഭിക്കാൻ വലിയ ഇടയുണ്ട്. ദീർഘനാളായി മുടങ്ങിക്കിടന്ന പ്രധാന പദ്ധതികൾ ഇന്ന് വിജയകരമായി പുനരാരംഭിക്കാൻ സാധിക്കും. ദാമ്പത്യ ഐക്യം, ധനനേട്ടം, സമൂഹത്തിൽ മാന്യത എന്നിവ ലഭിക്കുന്ന ദിനമാണ്. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. കൃഷിയിൽ നിന്നും വളർത്തുമൃഗങ്ങളുടെ പരിപാലനത്തിൽ നിന്നും നല്ല ലാഭം പ്രതീക്ഷിക്കാം. എങ്കിലും ഔദ്യോഗിക രംഗത്ത് ചില തടസ്സങ്ങളോ മാനഹാനിയോ അലട്ടിയേക്കാം. പങ്കാളിയുമായോ മക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുള്ളതിനാൽ സംസാരത്തിൽ ശ്രദ്ധിക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.